ഹായ് ഗായ്സ്, രായൻ. ധനുഷിൻ്റെ കരിയറിലെ തന്നെ മറ്റൊരു മാജിക്കലായിട്ടുള്ളൊരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് തന്ന ഒരു അടിപൊളി പടമാണ് രായൻ എന്ന് പറയുന്നത്. ഇതിനകത്ത് ഒരുപാട് കാസ്റ്റ് വരുന്നുണ്ട്. ഇപ്പം മലയാളത്തിൽ നിന്നാണെങ്കിലും അപർണ ബാലമുരളി പോലുള്ള എന്താ പറയുക അതുപോലുള്ള കാസ്റ്റുകൾ ഇതിനകത്ത് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ലിങ്ക് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ തന്നെ ധനുഷ് നമുക്ക് ആ ഒരു എന്താ പറയുക മാറി നിൽക്കുന്ന ഒരാളല്ലല്ലോ. ധനുഷിൻ്റെ പണ്ടത്തെയുള്ള പടങ്ങളൊക്കെ ആണെങ്കിലും നമ്മളിങ്ങനെ ടി വിയിലൊക്കെ കണ്ട് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. എന്താ പറയുക, ഒരു വിജയോടൊപ്പം അല്ലെങ്കിൽ എന്താ ആ ഒരു ലെവലിലേക്കൊക്കെ ഇഷ്ടമുള്ള ഒരാളാണ് നമുക്ക് മലയാളികൾക്ക് ധനുഷ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പുതിയ പടത്തിൽ അദ്ദേഹം ഒരു വെറൈറ്റി ടച്ച് ഒന്നുമല്ല പിടിച്ചേക്കുന്നത്. നമ്മൾ എന്താ പറയുക, ഇപ്പോൾ നമ്മളിപ്പോൾ ഏതൊരു ഇൻഡസ്ട്രിയിൽ ഏതൊരു പടം എടുത്താലും ഇപ്പോൾ ആക്ഷൻ മൂവീസ് അല്ലെങ്കിൽ എന്താ പറയുക കുറച്ചും കൂടി ബ്ലഡ് കണ്ടൻറ്റൊക്കെ ഉള്ള വയലൻസ് ഒക്കെ ഉള്ള മൂവീസിന് കുറച്ചും കൂടെ ഒരു പ്രാധാന്യമുള്ളൊരു സമയത്താണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സിനിമയിലും അദ്ദേഹം ഒരു വയലൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു പടമാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. നമ്മൾ പൊതുവേ കണ്ടിട്ടുള്ള കഥകളൊക്കെ തന്നെ എന്താ പറയുക, ഈ തമ്പിപ്പാസം, തങ്കച്ചിപ്പാസം ഇതൊക്കെ വരുന്നുണ്ട്. തങ്കച്ചിയുണ്ട്, പെങ്ങളായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ഒരാൾ. അപ്പോൾ അതൊക്കെ എന്താ പറയുക, ഇതെല്ലാം ഒരു കഥ ഒരു പൂർണ്ണത കിട്ടാൻ വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. മെയിൻ എന്ന് പറയുന്നത് ഒരു ആക്ഷനാണ്. ഒരു ആക്ഷൻ മൂവി എന്നുള്ള ബേസിലാണ് ഇത് മെയിനായിട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ എന്ന് പറയുമ്പോഴത്തേക്കും ഇതിനകത്ത് ഒരുപാട് ക്യാരക്ടേഴ്സ് വന്ന് പോകുന്നുണ്ട്. അത് ഒരുപാട് പേരിങ്ങനെ ഓരോരോ സ്റ്റെപ്പായിട്ട് സീൻ ബൈ സീൻ ഇങ്ങനെ വന്ന് പോകുന്നുണ്ട്. അപ്പോൾ അത് ക്ലൈമാക്സ് ആകുമ്പോഴത്തേനും നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും എന്തിനായിരുന്നു എല്ലാ ക്യാരക്ടറിനെ ഇങ്ങനെ കാണിച്ചതെന്ന് നമുക്ക് മനസ്സിലാവും. അങ്ങനെ ഒരു എന്താ പറയുക, മൊത്തത്തിൽ ഒരു ആക്ഷൻ ബേസ്ഡ് ആയിട്ടുള്ളൊരു മൂവിയാണ് രായ എന്ന് പറയുന്നത്. പിന്നെ പെർഫോമൻസ് വൈസ് നോക്കുവാണെങ്കിൽ ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന ഒരാളെ പോലും നമുക്കിപ്പോൾ മോശം എന്ന് പറയാൻ പറ്റില്ല. കാര്യം ഇതൊരു ധനുഷ് മൂവി ആയതുകൊണ്ടാണോ എന്നറിയില്ല, എല്ലാവരും പെർഫോം ചെയ്തിട്ടുള്ള എല്ലാവരും അവരുടെ മാക്സിമം എന്നുള്ള രീതിക്ക്. ഇപ്പം കാളിദാസ് ജയറാമുണ്ട് മലയാളത്തിൽ നിന്ന്, പിന്നെ അപർണ ബാലമുരളിയുണ്ട്. അപ്പോൾ കാളിദാസ് ജയറാമിൻ്റെ പെർഫോമൻസ് ആണെങ്കിലും മോശമെന്ന് പറയാൻ പറ്റില്ല. പൊതുവേ അദ്ദേഹത്തിൻ്റെ പടങ്ങളൊക്കെ നോക്കുമ്പോഴത്തേനും പെർഫോമൻസ് വൈസ് അദ്ദേഹം ഏറ്റവും നന്നായി ചെയ്തു എന്നൊന്നും പറയാൻ പറ്റുന്ന രീതിക്ക് അദ്ദേഹം പെർഫോം ചെയ്ത് അദ്ദേഹത്തിൻ്റെ കരിയറിനെ ഇമ്പ്രൂവ് ആക്കിയിട്ടില്ല. പക്ഷേ ഈ ഒരു പടത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക, അദ്ദേഹത്തിന് 60% ഒക്കെ ഉപയോഗിച്ച് കാണും. ആ ഒരു രീതിക്ക് മറ്റുള്ള പടങ്ങളിൽ നിന്നൊക്കെ നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മറ്റുള്ള പടങ്ങളിൽ നിന്ന് നോക്കുമ്പോൾ ഇതിനകത്ത് കുറച്ചും കൂടി എഫേർട്ട് ഇട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ധനുഷ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഒരു ആക്ടർ അല്ലെങ്കിൽ ഒരു ഫിലിം മേക്കർ ചെയ്തിരിക്കുന്ന ഏറ്റവും നല്ല കാര്യം എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ അല്ലെങ്കിൽ ഈ ഒരു ഫിലിമിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള എല്ലാവരെയും മാക്സിമം യൂസ് ചെയ്തു എന്നുള്ളതാണ്. ഇതിപ്പോൾ ഇതിൻ്റെ ടെക്നിക്കൽ വർക്കാണെങ്കിലും അല്ലെങ്കിൽ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ എന്താ പറയുക, ഒരു സിനിമാറ്റോഗ്രഫി, എഡിറ്റിംഗ് പോലുള്ള കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിലും എല്ലാവരെയും ആ ഒരു മേഖലയിൽ എക്സ്പെർട്ടായി നിൽക്കുന്ന എല്ലാവരും ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുമ്പോഴത്തേന് എ ആർ റഹ്മാൻ ഉപയോഗിച്ചു എന്നുള്ളതാണ്. എ ആർ റഹ്മാൻ മാക്സിമം ഉപയോഗിച്ചിട്ടുണ്ട്. എ ആർ റഹ്മാൻ്റെ ഒരു കഴിവ് തന്നെയാണ് ഈ ഒരു പടത്തിനെ അപ്ലിഫ്റ്റ് ചെയ്തത്. ഒരു സംശയമില്ല ആ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് സീൻ ബൈ സീൻ പല BGMs വരുന്നുണ്ട്. പല എന്താ പറയുക, ഒരു ഫൈറ്റ് സീനൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ തന്നെ ഫൈറ്റ് സീൻ മാത്രമല്ല, ഒരു കഥ എന്ന് പറയുമ്പോൾ അതിനകത്ത് പല ഇമോഷൻസ് വരും. മനുഷ്യൻ്റെ പല ഇമോഷൻസ് ചേരുന്നതായിരിക്കും ഒരു മൂവി ക്രാഫ്റ്റ് എന്ന് പറയുമ്പോഴത്തേനും. അപ്പോൾ ആ ഒരു പല ഇമോഷൻസും മനുഷ്യൻ്റെ ഉള്ളിലേക്ക് ചെലുത്തുക അല്ലെങ്കിൽ എന്താ പറയുക കൊണ്ടു ചെല്ലുക എന്ന് പറയുന്നതിൻ്റെ ആ ഒരു വേ എന്ന് പറയുന്നത് മ്യൂസിക്കാണ്. അപ്പോൾ ആ ഒരു വേ കറക്റ്റായിട്ട് ഇപ്പം എ ആർ റഹ്മാൻ ചെയ്തിട്ടുണ്ട് ഇതിനകത്ത്. പൊതുവെ അദ്ദേഹത്തിൻ്റെ പടങ്ങളിൽ അദ്ദേഹം മാക്സിമം ചെയ്യുന്നതാണ്. ഇതിനകത്ത് അദ്ദേഹം മാക്സിമം ഒരു ധനുഷ് മൂവിക്ക് എത്രത്തോളം അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റുമോ അദ്ദേഹം ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആ ഒരു ഫിലിം മേക്കറിന് എത്രയും അദ്ദേഹത്തിൻ്റെ മാക്സിമം കൊടുത്തിട്ടുണ്ട്. അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ഏറ്റവും എടുത്ത് പറയേണ്ട കാര്യം നോക്കുമ്പോൾ ഇതിൻ്റെ എഡിറ്റിംഗ് സൈഡ് എനിക്ക് ഇഷ്ടപ്പെട്ടു. കാര്യം എഡിറ്റിംഗ് സൈഡ് ബാക്കിയുള്ള ധനുഷ് മൂവീസിനൊക്കെ പൊതുവെ ഒരു പ്രത്യേകത അദ്ദേഹം എല്ലാ മേഖലയിലും ശ്രദ്ധിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ എന്താ പറയുക, ജസ്റ്റ് വരുന്നു, അഭിനയിക്കുന്നു, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ജസ്റ്റ് ഫിലിം മേക്കർ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ വർക്ക് ചെയ്യുന്നു പോകുന്നു എന്നുള്ളത് മാത്രമല്ല, എല്ലാ മേഖലയിലും അല്ലെങ്കിൽ ഈ ഒരു പടം ഓടണം, ഈ ഒരു പടം എന്നും ഇങ്ങനെ നിൽക്കണം, ഈ ഒരു പടത്തെ വെച്ച് നമ്മളിങ്ങനെ ഉദാഹരണം പറയുന്ന പോലെ പറയണം എന്നുള്ള രീതിക്ക് ഉണ്ടെന്ന് തോന്നുന്നു. കാര്യം അദ്ദേഹം എല്ലാ മേഖലയും ശ്രദ്ധിക്കുന്നുണ്ട്. കാര്യം ഇതിൻ്റെ എഡിറ്റിങ്ങും ബാക്കി വർക്കുകളും ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും എല്ലാം നമുക്ക് അല്ലെങ്കിൽ സീൻ ബൈ സീൻ അതിൻ്റെ കളർ ഗ്രേഡിങ് ഉൾപ്പെടെ അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഫോക്ക് മ്യൂസിക് പോലുള്ള ഒരു കുറച്ചും കൂടെ എന്താ പറയുക, ഒരു ഹൈ ക്ലാസ് ലൈഫൊന്നും അല്ല. പൊതുവേ നമ്മൾ കാണുന്ന പോലെ ഒരു ഹൈ ക്ലാസ് ലൈഫ് ഓരോ മൂവിക്ക് ഓരോ പ്ലോട്ടാണല്ലോ. ഇതിൻ്റെ ഒരു പ്ലോട്ട് എന്ന് പറയുമ്പോഴത്തേന് ആ ഒരു ഹൈ ക്ലാസ് പ്ലോട്ടല്ല. അല്ലെങ്കിൽ എന്താ പറയുക, സമ്പന്നനായ ഭയങ്കര കാശുള്ളൊരു വീട്ടിൽ അങ്ങനെയൊന്നുമല്ല. ഭയങ്കര ഒരു താഴ്ന്ന ആ ഒരു പ്ലോട്ടിലാണ്. താഴ്ന്ന എന്ന് ഉദ്ദേശിച്ചത് ആ ഒരു മൂവിയുടെ ബേസിസിലാണ് ഞാൻ പറഞ്ഞത്. എന്താ പറയുക, ഒരു വയലൻസ് ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയുക ഒരുപാട് റിച്ച് ലൈഫൊന്നും ചെയ്യുന്ന ആൾക്കാരുടെ ഒരു ലൈഫല്ല ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പം മസ്റ്റ് വാച്ചബിൾ എന്ന് തന്നെ ഞാൻ പറയും. രായൻ എന്ന് പറയുന്ന പടം നമ്മളിപ്പോൾ കണ്ടില്ല, അതിപ്പം നമ്മൾ ഇതിന് പുതിയ സ്റ്റോറി കാണാം അല്ലെങ്കിൽ അങ്ങനെ ഒരു മൈൻഡിൽ പോയാൽ ഒരിക്കലും കാണാൻ പറ്റില്ല. അങ്ങനെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഒരു ധനുഷിൻ്റെ മറ്റൊരു പെർഫോമൻസ്, ധനുഷിൻ്റെ ഭാഗത്തു നിന്ന് വന്ന നല്ലൊരു അടിപൊളി പെർഫോമൻസ്, ധനുഷിൻ്റെ നല്ലൊരു പെർഫോമൻസ് കാണാം എന്നുള്ള രീതിക്ക് പോവുകയാണെങ്കിൽ നന്നായിട്ട് തിയേറ്ററിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പടമാണ് രായ എന്ന് പറയുന്നത്. പിന്നെ ഇതിനകത്ത് മറ്റുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഇതിൻ്റെ ടൈമിങ്ങും പിന്നെ എന്താ പറയുക, ഇതിൻ്റെ ഒരു എൻഗേജിങ് ആയിട്ട് നമ്മളെ ഈ
ഓഡിയൻസിനെ എൻഗേജിങ് ആയിട്ട് നിർത്തുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അത് നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. അത് നന്നായിട്ട് തന്നെ വർക്കൗട്ട് ആയിട്ടുണ്ട്. കാര്യം ഒരു സീൻ ബൈ സീൻ നമ്മളിങ്ങനെ എല്ലാവരും എൻഗേജ് ആയിട്ടാണ് ഇരിക്കുന്നത്. അല്ലെങ്കിൽ പോലും ഒരാൾ പോലും എന്താ പറയുക, ജസ്റ്റ് ലേസി ആവുന്നില്ല. ആ ഒരു രീതിക്ക് ഭയങ്കര അടിപൊളിയായിട്ട് ഈ ഒരു പടം മേക്ക് ചെയ്യാൻ ഇതിൻ്റെ എല്ലാവർക്കും തന്നെ പറ്റിയിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ എന്തുവായാലും ഈ ഒരു പടം ഇഷ്ടപ്പെടും. പെർഫോമൻസ് വൈസൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക്, അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു എന്താ പറയുക, ഒരു വയലൻസ് ബേസ്ഡ് ആയിട്ടുള്ള പടങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എന്തുപോലെ ഇഷ്ടപ്പെടുന്ന പടം തന്നെയാണ് റയൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്തുവായാലും കണ്ടു നോക്കാം. കണ്ടതിന് ശേഷം നമുക്ക് അഭിപ്രായങ്ങൾ എന്താ പറയുക, ഞാൻ പൊതുവെ പറയാറുള്ളത് പോലെ തന്നെ കമൻറ്റ് ബോക്സിൽ ഇങ്ങനെ എഴുതി അറിയിക്കുക. ഓക്കെ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം.